നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പറയുന്നത് ഒരു ജാതകത്തിൽ രണ്ടാം ഭാവാധിപൻ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ചില പൊതുഫലങ്ങളെ പറ്റിയാണ്. രണ്ടാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ രണ്ടാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? രണ്ടാം ഭാവം വിദ്യാഭാവമാണ്, ധനസ്ഥാനമാണ്. ആ രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ, ലഗ്നം എന്ന് പറയുന്നത് ഒന്നാം ഭാവമാണ്. അങ്ങനെ ഒന്നാം ഭാവത്തിൽ രണ്ടാം ഭാവാധിപൻ നിന്നാൽ, അതായത് ലഗ്നത്തിൽ രണ്ടാം ഭാവാധിപൻ നിന്നാൽ ജാതകൻ ധനവാനായി ഭവിക്കുമെന്നാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ജാതകനെ കൊണ്ട് കുടുംബത്തിന് പ്രയോജനമൊന്നും ലഭിക്കില്ല എന്ന് തന്നെ പറയാം. സ്വന്തക്കാരേക്കാൾ അന്യരെ സഹായിക്കുന്ന കാര്യത്തിലായിരിക്കും ജാതകന് താല്പര്യം എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ രണ്ടാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ തന്നെ നിന്നാൽ, അതായത് ധനാധിപനും വിദ്യാകാരകനുമായ രണ്ടാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ തന്നെ നിന്നാൽ ജാതകന് ധനപുഷ്ടിയും വിദ്യാഗുണവും ലഭിക്കുമെന്നുള്ളതാണ്. രണ്ടാം ഭാവാധിപൻ രണ്ടിൽ തന്നെ നിൽക്കുന്ന ജാതകന് ബഹുഭാര്യത്വം ചിലപ്പോൾ വന്നുപെട്ടേക്കാം. ഇവർക്ക് സന്താനങ്ങൾ പൊതുവെ കുറവായിരിക്കും എന്നുകൂടിയുണ്ട്. രണ്ടാം ഭാവാധിപൻ മൂന്നാമിടത്ത് നിന്നാൽ ജാതകന് വിക്രമശീലവും ബുദ്ധിഗുണവും ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജാതകന് പരസ്ത്രീഗമനം ഉണ്ടാകുമെന്നാണ്. രണ്ടാം ഭാവാധിപൻ സുഖസ്ഥാനമായ, അതായത് മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങളായ ബുദ്ധിഗുണവും വിക്രമശീലവും ജാതകന് ലഭിക്കുമെന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, അതായത് രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്ന ഫലങ്ങൾ തന്നെയായിരിക്കും. അതായത് ധനവാനായി ഭവിക്കും. ജാതകനെ കൊണ്ട് പറയത്തക്ക ഗുണമൊന്നും കുടുംബത്തിന് ലഭിക്കില്ല എന്നും സ്വന്തക്കാരേക്കാൾ അന്യരെ സഹായിക്കുന്ന കാര്യത്തിലായിരിക്കും ജാതകന് താല്പര്യം എന്നും മനസ്സിലാക്കാം. രണ്ടാം ഭാവാധിപൻ ശത്രുസ്ഥാനമായ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് ശത്രുക്കളിൽ നിന്നും ധനലാഭമുണ്ടാകുമെന്നാണ്. രണ്ടാം ഭാവാധിപൻ കളത്രസ്ഥാനമായ ഏഴാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ പരസ്ത്രീശക്തനാകുമെന്നാണ്. രണ്ടാം ഭാവാധിപൻ ആയുർഭാവമായ അഷ്ടമത്തിൽ നിന്നാൽ ജാതകന് പൊടുന്നനെ ഭൂമിലാഭമോ ധനലാഭമോ ഉണ്ടാകുമെന്നാണ്. ജാതകന് ഭാര്യാസുഖം കുറവായിരിക്കും എന്നുകൂടി ചിന്തിക്കാം. രണ്ടാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനമായ 9 നിൽക്കുമ്പോൾ ജാതകൻ ഉത്സാഹിയായും ധനവാനായും സമർത്ഥനായും തീരുമെന്നാണ്. ചെറുപ്പകാലത്ത് കുറേ ക്ലേശങ്ങൾ അനുഭവിക്കുമെങ്കിലും പിന്നീട് ജീവിതാവസാനം വരെയും ഭാഗ്യവാനും ധനവാനും സുഖിമാനുമായി ഭവിക്കുമെന്നാണ്. അതുപോലെ രണ്ടാം ഭാവാധിപൻ കർമ്മസ്ഥാനമായ 10 ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ കാമിയായും പുത്രന്മാർ കുറഞ്ഞവരോ അഥവാ പുത്രന്മാർ ഇല്ലാത്തവരോ ആയി ഭവിച്ചേക്കാം. വിദ്യ, ധനം എന്നിവയുള്ളയാളും കളത്രസുഖം അനുഭവിക്കുന്നവനും ഇവർക്ക് രഹസ്യ ഭാര്യാബന്ധം ചിലപ്പോൾ ഉണ്ടായേക്കാമെന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാം ഭാവാധിപൻ ലാഭസ്ഥാനമായ 11 ഭാവത്തിൽ നിന്നാൽ രണ്ടാം ഭാവാധിപൻ 9 ഭാവത്തിൽ നിൽക്കുന്ന ഫലങ്ങൾ തന്നെയായിരിക്കും
അതായത് ജാതകൻ ധനവാനായും ഉത്സാഹിയായും സമർത്ഥനായും ഭവിക്കുമെന്നാണ്. രണ്ടാം ഭാവാധിപൻ വ്യയസ്ഥാനമായ 12 നിൽക്കുമ്പോൾ ജാതകൻ എല്ലാവർക്കും ബഹുമാനിയായി ഭവിക്കുമെന്നുള്ളതാണ്. ജാതകന് സർക്കാർ ജോലിക്ക് അർഹതയുണ്ടായിരിക്കും. ആവശ്യത്തിന് ധനം തികയാതെ വരുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നതാണ്. ഇവർ പൊതുവെ കർക്കശ സ്വഭാവക്കാരായിരിക്കും. ധനകാരകനും വിദ്യാകാരകനുമായ രണ്ടാം ഭാവാധിപൻ ജാതകത്തിൽ ഓരോ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ചില പൊതുവായ ഫലങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ജാതകത്തിലെ ഗ്രഹസ്ഥിതി കൂടി പരിഗണിക്കുമ്പോൾ ഈ ഫലത്തിൽ മാറ്റം വന്നേക്കാം. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.